ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം ഉമ്മ അവിടെ ആംഗ്യ ഭാഷ കാണിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട. കാരണം അത് വീഡിയോ എടുത്തപ്പം എന്താണെന്നറിയില്ല, എന്തൊരു മിസ്റ്റേക്ക് കാരണം അവിടെ വീഡിയോക്ക് വോയിസ് വന്നില്ല. അപ്പം ബാക്കിയുള്ളതിന് ഇമ്മാട്ടോ പറയാം. ഇതിൻ്റെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നതാണ് ഗൈസ്. അപ്പം അമ്മൻ്റെ ഞാൻ ഫോൺ കൊടുക്കുകയാണ്. മോൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് എന്തോ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഇത് ക്ലിയർ ആയില്ല. അപ്പം നമ്മൾ യൂട്യൂബിൽ വൈറലായ ഒരു ഫേസ് പാക്കാണത്. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നമ്മൾ കണ്ടുപിടിച്ച ഫേസ് പാക്ക് ഒന്നല്ല കേട്ടോ ഗൈസ് ഇത്. എന്നാലും നമ്മളൊന്ന് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് പറയാമെന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പാടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തക്കാളിൻ്റെ ചെറിയൊരു പീസും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു പീസും, ഇത് രണ്ടും നല്ലോണം മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ജ്യൂസ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഹണി അതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റൈസ് പൗഡർ ഉണ്ടല്ലോ, അരിപ്പൊടി, നമ്മൾ ഈ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്താൻ. പത്തിരിപ്പൊടി കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് നല്ലോണം ലൂസായിട്ട് ഷാളിലൊക്കെ ആയി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യത്തിന് തിക്നെസ് ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ കണ്ണട വെക്കുന്നതുകൊണ്ടും എനിക്ക് കണ്ണിന് അലർജി ഉള്ളതുകൊണ്ടും കണ്ണിൻ്റെ താഴെ നല്ല കറുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ താഴെമ്പാടെ എല്ലാ ഫേസ് പാക്കും എന്തും ഞാൻ കണ്ണിൻ്റെ താഴെ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ കറുപ്പടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ 20 മിനിറ്റ് വെച്ച് ഇങ്ങോട്ട് വാഷ് ചെയ്ത് 20 മിനിറ്റ് വെച്ചിട്ട് എൻ്റെ ഇത് ഡ്രൈ ആയിട്ടില്ലേനു. അപ്പോൾ എൻ്റെ ഇത് വാഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ നല്ലൊരു റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇത് വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും അത്ര റിസൾട്ട് എനിക്ക് തോന്നിയിട്ടില്ലേനു. കാരണം ഞങ്ങൾ ഫ്രണ്ട് ക്യാമറ വെച്ച് അല്ലാതെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയതിനു ശേഷം എന്താണെന്ന് അറിയില്ല സൈസ്, മറ്റേ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഒന്ന് വെളുത്തിട്ട് പാറി പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഗ്ലോ. അപ്പം നമുക്കിത് ഭയങ്കര ഒരു കളറ് നമുക്ക് തോന്നി. എനിക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് രാത്രി കഴിഞ്ഞ് നമ്മളൊരു പൗഡർ ഇടൂലേ, അതുപോലത്തെ ഒരു ഇത് എനിക്ക് തോന്നി. പക്ഷേ പൗഡർ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് ഡ്രൈ ഒന്നും ആവുന്നില്ല കേട്ടോ. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുഖത്തൊക്കെ നല്ല ആ തരിതരിപ്പൊക്കെ പോയി നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടേനു. പക്ഷെ എന്തോ ഒരു കളർ ഉള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല, അപ്പോൾ ലോങ് വീഡിയോ ആയി പോയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ലല്ലോ അങ്ങനെ കാണാൻ വെച്ചത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം. പക്ഷേ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. ഒരു 5 മണിക്ക് ശേഷം മുഖത്ത് ഇടുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺ ടാനൊക്കെ അടിക്കുന്നുള്ളൊരിതുകൊണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഉച്ചക്ക് എടുത്തത് വീഡിയോ. അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് കഴിയുന്നത്രയും ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ കൂടാതെ തന്നെ എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആവുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ശുഭദിനം.